ആ മോളെ എന്താ അച്ഛാ ചെറിയൊരു പ്രശ്നമുണ്ട് അച്ഛാ. പ്രശ്ന എന്ത് പ്രശ്നം? എന്നെ പഠിപ്പിക്കുന്ന മാഷ് ഇപ്പം വരും അച്ഛാ. ഓ അതാണോ പ്രശ്നം? വരട്ടെ, നമുക്ക് ചായയും പലഹാരമൊക്കെ കൊടുക്കാന്ന്. അയ്യോ അച്ഛാ, മണ്ടത്തരം പറയാണ്ട്. ചായയും പലഹാരം ഒന്നും പോരാ. ചായയും പലഹാരം പോരെ? നിന്റെ മാഷ് കള്ളൊന്നും കുടിക്കാറില്ലല്ലോ, ഉണ്ടാ? അയ്യോ അച്ഛാ, തിന്നുന്ന കുടിക്കുന്നല്ല പ്രശ്നം. വീടിന് മുന്നിൽ കാറ് വേണം. ഏ വീടിന് മുമ്പിൽ കാറാ? അതെന്തിന് കാറ്? കാറുണ്ട്, ഞാൻ സ്കൂളിൽ എല്ലാവരോടും പറഞ്ഞു അച്ഛാ. എല്ലാ മോളെ, ഇപ്പൊ ഇവിടെ വരാൻ പോകുന്ന മാഷക്ക് കാറുണ്ടാ സ്വന്തമായിട്ട്? അത് പിന്നെ ആ മാഷ് സ്കൂളിൽ കാറിട്ടിരുന്ന വരില്ല അച്ഛാ. എന്ത് കൂന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാ വേണ്ടാത്ത വർത്താനം എന്നോട് പറയാൻ നിൽക്കുന്നു? എന്താ ചെയ്യാ? ഓ അച്ഛൻ വന്നാ? അച്ഛനായിട്ട് എത്തിയാ? അല്ല മോളെ, നീ എന്തിനാ അത് വെറുതെ ഓരോരു തലവേദന? നീ എന്തിനാ കാറുണ്ട് എന്നല്ല പറയാൻ പോയത്? എന്റെ കൂട്ടുകാർക്കെല്ലാം കാറുണ്ട് അച്ഛാ, അതുകൊണ്ട് ഞാനും വെറുതെ വടായി പറഞ്ഞ. അല്ല, നിന്റെ ഓരോരോ വേടായി. അതെ, കാർ തന്നെ വേണമെന്നുണ്ടാ? നമുക്ക് ഒരു ബൈക്കായ പോരെ? കാർ തന്നെ വേണം അച്ഛാ. ഇപ്പം വരുന്ന മാഷോട് ഞാൻ കാറുണ്ട് എന്നാ പറഞ്ഞത്. എന്റെ മോളെ, നിന്നെ കൊണ്ട് ഓരോരോ അലമ്പ് പുലിവാലായല്ല. നീ എന്തിനാ ഈ ഇല്ലാത്തതൊക്കെ നാട്ടിലിങ്ങനെ പറഞ്ഞു നടക്കാൻ പോയത്? അതൊക്കെ വേണ്ടാത്ത പണിയാണ് കേട്ടാ. നമുക്ക് കാറ് പണിച്ചോടെ? അച്ഛൻ ദിവസം പണിക്കോന്നല്ല, പൈസ കൊടുത്തു. പണിയെടുത്ത് കൊണ്ടിരുന്ന പൈസ കൊണ്ട് തിന്നിട്ടല്ല നീ ഇത്ര പോലെ വളർന്നത്. എനിക്ക് കാറും വേണം. സ്കൂളിൽ എന്റെ കൂട്ടുകാർക്കെല്ലാം കാറുണ്ട്, പിന്നെ എനക്കും കാറ് വേണ്ടേ? മോളെ, ഈ മാസം ഈ വീടിന്റെ ലോൺ അടക്കണ്ടേ, പിന്നെ കുറി വെക്കണം, അങ്ങനെ എന്തെല്ലാം ചെലവുണ്ട്. എന്തെന്ന് ഞാനായിരുന്നതല്ലേ ഇങ്ങനെ ഒപ്പിക്കേണ്ടത്? എന്താ ചെയ്യാ? അച്ഛനെ കൊണ്ട് ഞാൻ തോറ്റു. മാഷ് വരുന്ന അച്ഛാ, മാഷ്. അതിന്റെ സുജാതെ. അപ്പൊ നിങ്ങളിപ്പോ ഇതിലേ വരുന്നുണ്ട് എന്റെ മോളിപ്പോ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അത് പിന്നെ എന്റെ പെങ്ങളെ വീട് കുറച്ചടുത്താന്നല്ലേ, ഇതിലേ പോകേണ്ടത്. അപ്പൊ ഇതിലേ വരുന്നുണ്ട്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. മാഷെന്നാ നടന്നിട്ട് കാർ എടുത്തിട്ടില്ലേ? അല്ലേ, എനക്ക് അതിന് സ്വന്തമായിട്ട് എനിക്ക് കാറൊന്നും ഇല്ലല്ലോ. പിന്നെ മാഷ് സ്കൂളിൽ വരുമ്പോ കാർ എടുത്തിട്ടില്ലേ വരല്? അതാണ് മോള് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അതാ ഉദ്ദേശിച്ച. അത് അളിയന്റെ കാറാണ്. അളിയൻ ഇല്ലാത്തപ്പോ ഞാൻ എടുത്തിട്ട് വരുന്നതേ ഉള്ളൂ. ഇപ്പൊ അളിയൻ അവിടെ ഇല്ല. അളിയൻ കാർ എടുത്തിട്ട് എവിടെയാ പോയിനി? അങ്ങനെ ഞാൻ നടന്നിട്ട് വന്നതാ. മോളെ, അത് കാറ് വാങ്ങിട്ട് വീടിന് മുമ്പിൽ കൊണ്ടക്കണ. പണ്ട് ഓടിയിട്ടും നടന്നിട്ടും ചാടിയിട്ടല്ലേ നമ്മൾ സ്കൂളിൽ പോവാറുള്ളത്. നമ്മൾ ഒരുമിച്ച് 10ാം ക്ലാസ് വരെ പഠിച്ചവരല്ലേ നമ്മള്. നീ മറന്നിട്ടില്ലല്ലേ? അയ്യോ, നമ്മൾ ഒരുമിച്ച് പഠിച്ചു എന്ന് മാത്രമല്ല മോളെ, ഇല്ല കുരുത്തം കെട്ട കളിയൊക്കെ നമ്മൾ കളിക്കാറുണ്ട്. അതൊക്കെ എന്ത് എന്റെ മോളോട് പറയുന്നത്? നീ ചായ കുടിച്ചിട്ട് പോവാ. ചായ കുടിയൊക്കെ നമുക്ക് പിന്നീട് ആവാം കേട്ടാ. ഒറ്റ തിരക്കുണ്ട്, പോയിട്ട് പിന്നെ കാണാം. എന്താടി ഒരു അയ്യേന്ന്, ഒരു നാണക്കേട് പോലെ? അച്ഛനെപ്പോഴും പഠിച്ച അയാള് മാഷായി. അച്ഛനിപ്പം കണ്ടം കുത്തി നടക്കുന്നത്രയാ. മോളെ, ഞാൻ കണ്ടം കൊത്തി ഉണ്ടാക്കുന്ന പൈസ കൊണ്ടുവന്നിട്ടല്ലേ നിന്നെ പോറ്റിയത്. അങ്ങനല്ലേ നീ ഇത്ര പോലെ ആയത്? അച്ഛൻ എന്നെ പോറ്റിയൊന്നല്ല, ഞാൻ ഇത്ര വളർന്നതാ.